വിവാഹം ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു ജീവിതാവസ്ഥയാണ്. അതെത്രയും പരിപാലനമായി കരുതേണ്ടതാകുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ ബോധിപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഗലീലയിലെ കനാവിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വിവാഹത്തെ അനുഗ്രഹിച്ച് ആസ്വദിച്ച് വിശദീകരിച്ചു. ഈ ജീവിതാവസ്ഥയെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നതെന്തെന്ന് കേൾപ്പി. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അത് നിങ്ങളുടെ മനുഷ്യൻ അമ്മനെയും അമ്മയെയും ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അതുകൊണ്ട് അവർ രണ്ടല്ല ഒന്നത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അതുകൊണ്ട് നിസ്സാരമായോ അവിവേകമായോ ആരും വിവാഹത്തിൽ പ്രവേശിക്കരുത്. പിന്നെയോ ഏത് ഉദ്ദേശങ്ങൾക്കായി നിയമിക്കപ്പെട്ടു എന്ന് വേണ്ടപ്രകാരം ചിന്തിച്ച് വിവേകത്തോടും പ്രാർത്ഥനയോടും അതിൽ പ്രവേശിക്കേണ്ടതാകുന്നു. ഭർത്താവിനും ഭാര്യയ്ക്കും ഐശ്വര്യത്തിനും അനർത്ഥത്തിനും ബന്ധപ്പെട്ടുണ്ടാകേണ്ട ആയുഷ്കാലത്ത് പാലിക്കാൻ സഹായത്തിനും ആശ്വാസത്തിനുമായി വിവാഹം നിയമിക്കപ്പെട്ടു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടതുമായ പ്രകൃതിയാലുള്ള ആഗ്രഹങ്ങളും വികാരങ്ങളും പരിശുദ്ധമായ നിലപാതയിൽ നയിക്കേണ്ടതിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ ദൈവത്തിന്റെ പുകഴ്ചയ്ക്കായി കുടുംബങ്ങൾ പൈതങ്ങൾ ജനിച്ച് വളർത്തപ്പെടേണ്ടതിനും വിവാഹത്തിന്റെ ശ്രേഷ്ഠത അപ്രകാരം അംഗീകരിക്കപ്പെട്ട് മനുഷ്യ സമൂഹം ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ നിലനിൽക്കേണ്ടതിനുമായി വിവാഹം നിയമിക്കപ്പെട്ടിരിക്കുന്നു. വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിൽ ഒരുമിച്ച് ചേർക്കപ്പെടുവാനായി ഈ പ്രിയ മക്കൾ ഇവിടെ വന്നിരിക്കുന്നു. ആയതിനാൽ സഭയുടെയും നമ്മുടെ രാജ്യത്തിന്റെയും നിയമത്തിന് അനുസരണമായി ഇവർ തമ്മിൽ വിവാഹം ചെയ്തുകൂടായ്മകൾ തക്ക കാരണം കാണിക്കാൻ ഇവിടെ കൂടിയിരിക്കുന്നതിൽ ആർക്കെങ്കിലും കഴിയുന്നതായാൽ ആയതിനെ ഇപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനിമേൽ ഒരിക്കലും പറയാതിരിക്കണം. സച്ചിൻ മെനു, നിങ്ങൾ വിവാഹത്തിന് ന്യായമായി ഒന്നിച്ച് ചേർന്നുകൂടാത്ത യാതൊരു രോഗമെന്ന് നിങ്ങൾ ഇതുവരെ ആരെങ്കിലും അറിയുന്നുണ്ട്. സകല ഹൃദയങ്ങളെ രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഇപ്പോൾ നിങ്ങളായിരിക്കുന്നുണ്ട്. അതിനെ ഇപ്പോൾ അറിയിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾ നിങ്ങളോട് ഇവരോട് നിഷ്കർഷയായി കൽപ്പിക്കുന്നു. എന്തെന്നാൽ ദൈവവചന പ്രകാരമല്ലാതെ യോജിപ്പിക്കപ്പെടുന്നവർ ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെടുന്നവരല്ല എന്നും അവരുടെ വിവാഹം ന്യായമുള്ളതല്ല എന്നും നിശ്ചയമായി അറിഞ്ഞുകൊള്ളും. സർവശക്തിയും മഹാകർത്താവിന്റെ സഹായം കൂടാതെ ഞങ്ങൾക്ക് യാതൊരു കാര്യവും ഉചിതമായി ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അവിടുത്തെ ദിവ്യ വിചാരണയും ഈ പ്രിയദാസനെയും ദാസിയെയും ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്ന കാരണം ഇവരെ വിവാഹബന്ധത്തിൽ നിന്റെ ദൃഷ്ടിക്കുന്നതോടെ പ്രവേശിക്കാൻ ഞങ്ങൾ ചെയ്യുന്ന പ്രതിജ്ഞകളെ സത്യമായി പാലിക്കുവാനും നിന്റെ കൃപകൊണ്ട് ഇവരെ സമ്പന്നരാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ദൈവത്തിന്റെ പ്രകാരം ഒന്നിച്ച് പാർപ്പാനായിട്ട് നീ സ്ത്രീയെ നിന്റെ ഭാര്യയായി കൈക്കൊള്ളുമോ? നീ ഇവളെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് മാനിച്ച് രോഗത്തിനും സുഖത്തിനും രക്ഷിക്കുകയും മറ്റെല്ലാവരും ഉപേക്ഷിച്ച് ഇരുവരും ജീവിച്ചിരിക്കുമ്പോഴൊക്കെ ഇവളോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? മിനു, വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ഒന്നിച്ച് പാർപ്പാനായിട്ട് നീ പുരുഷനെ നിന്റെ ഭർത്താവായി കൈക്കൊള്ളുമോ? നീ ഇവനെ അനുസരിച്ച് ശുശ്രൂഷിച്ച് സ്നേഹിച്ച് മാനിച്ച് രോഗത്തിനും സുഖത്തിനും ഇവനെ സംരക്ഷിക്കുകയും മറ്റെല്ലാവരും ഉപേക്ഷിച്ച് ഇരുവരും ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഇവനോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? ഈ പുരുഷനെ വിവാഹം ചെയ്യുവാൻ ഈ സ്ത്രീയെ കൊടുക്കുന്നതാര്? സച്ചിൻ ആകുന്ന ഞാൻ, മിനു ആകുന്ന നിങ്ങളെ ഇന്നു മുതൽ ഇനി മേലാൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും കരുതലിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നത് വരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിപ്പാനും രക്ഷിപ്പാനും എൻ്റെ ഭാര്യയായി
ഏറ്റുകൊള്ളും. അതിനായി ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യും. മിനു ആകുന്ന ഞാൻ, സച്ചിൻ ആകുന്ന നിങ്ങളെ ഇന്നു മുതൽ ഇനിമേലാൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നവരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിപ്പാനും രക്ഷിപ്പാനും അനുസരിപ്പാനും എൻ്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. അതിനായി ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു. ഈ മോതിരം കൊണ്ട് ഞാൻ നിന്നെ വിവാഹം ചെയ്യുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിന്നെ മാനിക്കുന്നു. എൻ്റെ ഈടോടെ സമ്പത്തുകളെല്ലാം ഞാൻ നിനക്ക് അവകാശമാക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ.